മോദിയെ വിടാതെ പിന്തുടരുകയാണ് രാഹുൽ ഗാന്ധി. കിട്ടിയ അവസരത്തിൽ മോദിക്ക് രാഹുൽ കണക്കിന് കൊടുക്കുന്നുണ്ട്. ഇപ്പോഴിതാ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭരണം ഗൗതം അദാനി പോലുള്ള ധനികർക്ക് വേണ്ടിയാണെന്ന് പറയുകയാണ് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി. അദാനിക്ക് വേണ്ടതെല്ലാം നൽകാനാണ് നരേന്ദ്രമോദിയുടെ ശ്രമം. ഒന്നിച്ചു നിന്നാൽ രക്ഷയെന്ന മോദിയുടെ പരാമർശം അദാനിയെ ഉദ്ദേശിച്ചാണെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്ന മഹാരാഷ്ട്രയിൽ പരസ്യപ്രചരണം അവസാനിക്കുന്നതിനു മുൻപ് മുംബൈയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് രാഹുലിന്റെ ഈ വിമർശനം. ഏക് ഹേ തോ സേഫ് ഹേ എന്ന് മോദി തിരഞ്ഞെടുപ്പ് പ്രചരണ റാലിയിൽ നടത്തിയ പ്രസംഗത്തിന് പരിഹാസമായി സേഫ് ലോക്കറുമായിട്ടാണ് രാഹുൽ വാർത്താ സമ്മേളനത്തിന് എത്തിയത്. സേഫ് തുറന്ന് മോദിയും അദാനിയും നിൽക്കുന്ന ചിത്രം രാഹുൽ പുറത്തെടുത്തു. അവർ ഒരുമിച്ച് നിൽക്കുന്നിടത്തോളം അവർ സുരക്ഷിതരാണ് എന്ന ബാനറുള്ള ചിത്രമാണ് രാഹുൽ പുറത്തെടുത്തത്. കൂടാതെ രാഹുൽ ധാരാവിയുടെ മാപ്പും പുറത്തെടുത്തു. മഹാരാഷ്ട്രയിലെ മുഴുവൻ രാഷ്ട്രീയ സംവിധാനവും ധാരാവി ചേരി പുനർവികസന പദ്ധതി അദാനിക്ക് നൽകാൻ വേണ്ടി പ്രവർത്തിച്ചു. രാജ്യത്തെ തുറമുഖങ്ങൾ, വിമാനത്താവളങ്ങൾ, മറ്റു സ്വത്തുകൾ എന്നിവയെല്ലാം ഒരാൾക്ക് നൽകാനുള്ള ശ്രമങ്ങളാണ് ഉണ്ടാവുന്നത്. മഹാരാഷ്ട്രയിലെ തിരഞ്ഞെടുപ്പ് ചില ശതകോടീശ്വരന്മാരും പാവപ്പെട്ടവരും തമ്മിലുള്ള പോരാട്ടമാണ്. സംസ്ഥാനത്തെ ജനങ്ങളുടെ താല്പര്യം കോൺഗ്രസ് ഉയർത്തിപ്പിടിക്കും. മഹാവികാസ് അഘാഡി സർക്കാർ മഹാരാഷ്ട്രയിൽ അധികാരത്തിലെത്തിയാൽ ധാരാവി ചേരി നവീകരണത്തിനായി അദാനിക്ക് നൽകിയ കരാർ റദ്ദാക്കുമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. അതേസമയം കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനെ പോലെ ഓർമ്മശക്തി നശിച്ചു തുടങ്ങിയെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞതും ശ്രദ്ധേയമായി. മഹാരാഷ്ട്ര അമരാവതിയിൽ നടന്ന തിരഞ്ഞെടുപ്പ് റാലിക്കിടെയാണ് രാഹുൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയെയും അമേരിക്കൻ പ്രസിഡന്റിനെയും താരതമ്യം ചെയ്തത്. മോദിജിയുടെ പ്രസംഗം കേട്ടെന്ന് എന്റെ സഹോദരി പ്രിയങ്ക എന്നോട് ഈ അടുത്തു പറഞ്ഞു. മോദിജി ഞങ്ങൾ എന്താണോ പ്രസംഗിക്കുന്നത് അത് തന്നെയാണ് കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഈ അടുത്ത് യുക്രൈൻ പ്രസിഡന്റിനെ റഷ്യൻ പ്രസിഡന്റിന്റെ പേരെടുത്ത് വിളിച്ചിരുന്നു. അദ്ദേഹത്തിന് ഓർമ്മക്കുറവുണ്ട്. മോദിജിക്കും ഇത്തരത്തിൽ ഓർമ്മ നശിച്ചു തുടങ്ങിയിരിക്കുന്നു. കഴിഞ്ഞ ഒരു വർഷമായി BJP ഭരണഘടനയെ ആക്രമിക്കുകയാണെന്ന് ഞാൻ പറയുന്നുണ്ട്. എന്നാൽ പ്രധാനമന്ത്രി കോൺഗ്രസ് ഭരണഘടനയെ ആക്രമിക്കുകയാണെന്ന് പറയുന്നു. പിന്നീട് ഞാൻ ഭരണഘടനയെ ആക്രമിക്കുകയാണെന്ന് പറയാൻ തുടങ്ങിയിരിക്കുന്നു. കോൺഗ്രസും ഇന്ത്യ മുന്നണിയും 50% സംവരണ പരിധി നിർത്തലാക്കുമെന്ന് ഞാൻ ലോക്സഭയിൽ പറഞ്ഞിരുന്നു. എന്നാൽ ഞാൻ സംവരണത്തിനെതിരാണെന്നാണ് മോദി പറയുന്നത്. ഇത് ഓർമ്മക്കുറവിന്റെ ലക്ഷണമാണ്. താൻ രാജ്യത്ത് എത്ര ദളിതരും ആദിവാസികളും OBC വിഭാഗക്കാരും ഉണ്ടെന്നറിയാൻ ഒരു ജാതി സെൻസസ് നടത്തണമെന്ന് മോദിജിയോട് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറയുന്നു രാഹുൽ ജാതി സെൻസസിനെതിരാണെന്ന്. സത്യം പറഞ്ഞാൽ മോദിയെ കിട്ടിയ അവസരത്തിൽ പരിഹസിക്കാനും കുറ്റപ്പെടുത്താനും രാഹുൽ തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണെന്ന് സാരം. അതേസമയം നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്ന മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലും ഇന്ന് കൊട്ടിക്കലാശമാണ്. അവസാന ലാപ്പിൽ ദേശീയ നേതാക്കളാണ് റാലികൾക്ക് നേതൃത്വം നൽകിയത്. മഹാരാഷ്ട്രയിൽ ലോക്പോൾ നടത്തിയ പ്രീപോൾ സർവേയിൽ മഹാവികാസ് അഘാഡി അധികാരത്തിലേറുമെന്നാണ് പ്രവചനം. 288 അംഗ മഹാരാഷ്ട്ര നിയമസഭയിൽ ഭരണകക്ഷിയായ മഹായുതിയെ മറികടന്ന് മഹാവികാസ് അഘാഡി അധികാരത്തിലേറുമെന്നാണ് പ്രീപോൾ സർവേ പ്രവചനങ്ങൾ. കഴിഞ്ഞ 5 വർഷത്തിനിടെ 3 വ്യത്യസ്ത മുഖ്യമന്ത്രിമാരാണ് മഹാരാഷ്ട്രയിൽ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ കേവല ഭൂരിപക്ഷം ഒരു പാർട്ടിക്കും കടക്കാനായില്ലെങ്കിൽ വീണ്ടും തൂക്കുസഭ ഉണ്ടാകുമെന്നും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ജാർഖണ്ഡിൽ 38 മണ്ഡലങ്ങളിലാണ് രണ്ടാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. BJPയുടെ വർഗീയ പ്രചരണങ്ങളെ ജനകീയ പ്രഖ്യാപനങ്ങളിലൂടെ മറികടക്കാനാകുമെന്നാണ് ഇന്ത്യ സഖ്യത്തിന്റെ കണക്കുകൂട്ടൽ. 23-നാണ് ഇരു സംസ്ഥാനങ്ങളിലെയും വോട്ടെണ്ണൽ.